1001 രാവുകൾ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കഥയായിട്ടുള്ള ഷഹരിയാറും ഷാസമാനും എന്ന കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് കേട്ടവർക്ക് മാത്രമേ രണ്ടാമത്തെ പാർട്ട് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം കേൾക്കാത്തവര് എന്തായാലും അത് കേൾക്കാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോ ഇന്നത്തെ കഥ കേൾക്കാൻ റെഡിയല്ലേ? യാത്രക്കിടയിൽ ഷഹരിയാർ ചക്രവർത്തിയുടെ ഒരു സാമന്ത രാജ്യത്തു കൂടി മന്ത്രി വസീറിന് കടന്നു പോകേണ്ടി വന്നു. സാമന്ത രാജാവ് തന്റെ ചക്രവർത്തിയായ ഷഹരിയാറിന്റെ മഹാമന്ത്രി വസീറിനെയും കൂട്ടരെയും സ്വീകരിച്ചാദരിച്ചു. അക്കാലത്തെ മര്യാദയനുസരിച്ച് 3 ദിവസം ആ രാജാവിന്റെ ആതിഥ്യവും സമ്മാനങ്ങളും സ്വീകരിച്ച് മഹാമന്ത്രി വസീറും സംഘവും വിശ്രമിച്ചു. 4ാം ദിവസം രാവിലെ തന്നെ യാത്ര പുനരാരംഭിച്ചു. പ്രസ്തുത സാമന്ത രാജാവിന്റെ അനുചരന്മാർ അവരുടെ കൊട്ടാരത്തിൽ നിന്നും 1 ദിവസത്തേക്കുള്ള യാത്രാദൂരം വരെ മഹാമന്ത്രി വസീറിനും സംഘത്തിനും അകമ്പടി സേവിച്ചു. അങ്ങനെ അനേക ദിവസത്തെ നിരന്തര യാത്രയ്ക്ക് ശേഷം മഹാമന്ത്രിയും സംഘവും ഷാസമാന്റെ പ്രവിശ്യയായ താർത്താരിയുടെ അതിർത്തി കടന്നു. പിന്നെയും നീണ്ടുനിന്ന ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം സമർഖണ്ഡ് അടുക്കാറായപ്പോൾ മഹാമന്ത്രി വസീർ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തനിക്ക് മുൻപേ തന്നെ ഷാസമാൻ രാജാവിന്റെ അടുക്കിലേക്ക് ദൂതനായി അയച്ചു. അയാൾ അതിവേഗം യാത്ര ചെയ്ത് ഷാസമാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ദൂതൻ ഷാസമാൻ രാജാവിന്റെ മുന്നിൽ നിലം പറ്റെ താണുവണങ്ങി അദ്ദേഹത്തെ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു. തന്റെ സഹോദരന്റെ മഹാമന്ത്രി വസീർ തന്നെ കാണാനെത്തുന്നു എന്നറിഞ്ഞ ഷാസമാൻ തന്റെ കൂട്ടാളികളെ അയച്ച് മഹാമന്ത്രിയെ വഴിയിൽ വെച്ച് തന്നെ വിപുലമായി സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾക്ക് ഉത്തരവിട്ടു. രാജകീയമായി കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ട മന്ത്രി വസീർ ഷാസമാൻ രാജാവിനെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തെ നിലം പറ്റെ താണുവണങ്ങി അഭിവാദ്യമർപ്പിച്ചു. ചക്രവർത്തിയായ സ്വന്തം ജ്യേഷ്ഠനെ കുറിച്ചും അദ്ദേഹം വന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും ഷാസമാൻ വിശദമായി അന്വേഷിച്ചറിഞ്ഞു. മഹാമന്ത്രി സ്വന്തം അനുജനായി ജ്യേഷ്ഠൻ തയ്യാറാക്കിയ കത്തും സ്നേഹപൂർവ്വം കൊടുത്തയച്ച സമ്മാനങ്ങളും ഉടനെ തന്നെ അദ്ദേഹത്തിന് കൈമാറി. തന്നെ കാണാൻ സഹോദരൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ ഷാസമാൻ വളരെ ആഹ്ലാദിച്ചു. ഇതാ എന്റെ ജ്യേഷ്ഠനും നാഥനുമായ ചക്രവർത്തിയുടെ ആജ്ഞകൾ ഞാൻ ശിരസാവഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ദർശിക്കുവാൻ നമുക്കും അതിയായ ആഗ്രഹമുണ്ട്. അതിനാൽ നാട്ടാചാരമനുസരിച്ച് 3 ദിവസത്തെ അതിഥി സൽക്കാരത്തിനും വിശ്രമത്തിനും ശേഷം കാഴ്ചകളും പരിവാരങ്ങളുമായി നാം മഹാമന്ത്രിയോടൊപ്പം ഉടനെ യാത്ര തിരിക്കുന്നതാണ്. ഷാസമാൻ മഹാമന്ത്രി വസീറിനു താമസിക്കാൻ കൊട്ടാര സമുച്ചയത്തിൽ തന്നെയുള്ള ഒരു മാളികയിൽ ഏറ്റവും മുന്തിയ സൗകര്യങ്ങൾ ഒരുക്കി. രുചികരമായ വിഭവങ്ങൾ അദ്ദേഹത്തിന് വിളമ്പി. മാനസികോല്ലാസത്തിനുള്ള നൃത്തവും മറ്റ് കലാവിരുന്നുകളും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ അകമ്പടിക്കാർക്ക് വിശ്രമിക്കാൻ കൊട്ടാര പരിസരത്ത് വൃത്തിയും വെടുപ്പുമുള്ള കൂടാരങ്ങൾ നിർമ്മിച്ചു. ആവശ്യം പോലെ ഇറച്ചിക്കറിയും മറ്റു രുചികരമായ വിഭവങ്ങളും അവർക്കും നൽകി. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇപ്രകാരം നാട്ടുനടപ്പനുസരിച്ച് പതിവുള്ള 3 ദിവസത്തെ അതിഥി സൽക്കാരങ്ങൾക്കു ശേഷം ഷാസമാൻ മഹാമന്ത്രിയോടൊപ്പം ജ്യേഷ്ഠനെ കാണാൻ യാത്ര പുറപ്പെടാൻ ഒരുക്കം കൂട്ടി. ഈ കഥ ഇഷ്ടായോ നിങ്ങൾക്ക്? ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.